ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാം ദിവസം ഉണ്ടോ. ഞങ്ങൾ ഇപ്പോഴും കർണാടകയിൽ തന്നെയാണ്. പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിർത്തിയാണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ചുറ്റും നെൽപ്പാടങ്ങളും കാറ്റും നല്ല അടിപൊളി വ്യൂ ആയിരുന്നേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ബൊഫേ തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഫുഡ്, വേറെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഞങ്ങൾക്ക് നല്ല അടിപൊളി നാടൻ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ചോറുണ്ടായിരുന്നു, പിന്നെ കറികൾ, പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ ഈ ഒരു പപ്പടം വന്നിട്ട് നല്ല എരിവുള്ളൊരു പപ്പടമായിരുന്നു. പിന്നെ അച്ചാറും പലതരം ക്യാരറ്റും മാങ്ങ നാരങ്ങ എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു അച്ചാറും തന്നെയായിരുന്നു. പിന്നെ ഇതേ പോകുന്ന വഴിക്ക് ഇത് നെൽപ്പാടങ്ങൾ പോലെ, നെൽപ്പാടം എന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് കർണാടകയിൽ ഷിരൂരും ഗംഗാവലിപ്പുഴ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് അർജുനെയാണ് ഓർമ്മ വന്നത്. പിന്നെ ഗംഗാവലിപ്പുഴയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഈ ഒരു സൈഡാണ് ഇരുന്നത്. പിന്നെ അതേ ഞങ്ങൾ റൂം എത്തിയിട്ടുണ്ട്. ഒരുപാട് നേരത്തെ ട്രാവൽ ചെയ്ത ശേഷമുണ്ട് ഞങ്ങൾ റൂം എത്തിയത്. ഇവിടെ ഒരു 2 മണിക്ക് എത്തുന്നതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 6:15 ആവാനായിട്ടുണ്ടായിരുന്നു. കാരണം പലവിടെയും നമ്മൾ നിർത്തിയിട്ടും ഫുഡ് കഴിക്കാനും ഒക്കെ പോയിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ക്ഷീണവും വയ്യാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും ഫ്രഷ് ആയിട്ട് നമ്മൾ ഇനി ബീച്ചിലേക്ക് പോകുകയാണ് കേട്ടോ. ഇന്നൊരു ബീച്ചിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വന്ന് ഇവിടെ കിടന്നു. പിന്നെ രാവിലെ വീണ്ടും ബീച്ചിലും പിന്നെ ഓൾഡ് ഗോവ ചർച്ച്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇനി നാളെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോട്ടലിലാണ്ട് ഇനി ഞങ്ങൾ 2 ദിവസം താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആയത് കാരണം ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാണ് കേട്ടോ. അപ്പോഴാണ് ഇത് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് അതിൽ കുളിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ആഴമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇറക്കിയില്ല കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ ചായ കുടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവരാമെന്നൊക്കെ ഉണ്ട് അവർ പറഞ്ഞു. പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ പോയിട്ട് ഞാനും മോളും പിന്നെ വേറെ 2 ചേച്ചിമാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി ചായ എല്ലാം പറഞ്ഞു. പിന്നെ ഞങ്ങൾ കട്ട്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ കൊണ്ടുവന്നത് ഇങ്ങനത്തെ ഒരു കട്ട്ലേറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, 550 റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചായക്കും ഈ കട്ട്ലേറ്റും വായി വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രഷപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്താണ് ബീച്ച് എന്ന് വേണ്ടി ഞങ്ങൾ വന്നാണ് കേട്ടോ. പക്ഷേ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നേ. അവിടെ നിന്ന് ഒരുപാട് ദൂരം നടന്നിട്ടാണ് നമ്മൾ ബീച്ചിലെത്തിയത്. പിന്നെ ഇവിടെ വന്നിട്ട് ഐ ലവ് ഗോവ അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. മക്കളാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ബീച്ചിലൊക്കെ വന്നപ്പോൾ ഷെല്ലുകൾ തപ്പുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ. 2 ആളും അതുപോലെ മോളുടെ കൂട്ടുകാരിയും എല്ലാവരും കൂടെ അവിടെ കിടക്കുന്ന ഷെല്ലുകളെല്ലാം തപ്പുമായിരുന്നു. പിന്നെ ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു നമ്മൾ ഇനിയും കുറേ ബീച്ചുകളിലൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് പെറുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ 2 ആളിനെയും പിടിച്ച് ഒരവിടെ ഇരുത്തിയ കിട്ടില്ല. കണ്ടില്ലേ മോനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ പോയി പെറുക്കാൻ പോകുന്നത്. ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ ഒരുപാട് പാടാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ കളിച്ച ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടോ. പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ എന്തെങ്കിലും ലൈറ്റും ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മോൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ദൂരമൊക്കെ പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്കല്ല ഞങ്ങൾ റൂമിലേക്ക് പോകണ്ടോ. പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു, കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന 30 രൂപൻ്റെ 50 രൂപൻ്റെ 100 രൂപൻ്റെ ഒക്കെ സാധനങ്ങൾ നമ്മൾ അകത്ത് കയറുമ്പോഴാണ് 150, 200, 300 അങ്ങനെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നമ്മൾ പുറത്തുനിന്നെല്ലാം കാണുമ്പോൾ റേറ്റ് നല്ല കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 50 രൂപയുടെ സാധനങ്ങളൊക്കെ വേണ്ടി ചരട് പോലത്തെ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു കേട്ടോ. ഒന്നും വലിയതുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ഇവിടെയും വന്നിട്ട് ബൊഫേ തന്നെയായിരുന്നു. അപ്പോൾ റൈസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ പൊരിച്ചത്, സലാഡ് ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി ഫുഡെല്ലാം കഴിച്ചു. അപ്പോഴേക്കും പിന്നെ ഐസ്ക്രീം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിൽ വന്നു. അപ്പോഴാണ് അവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ. മോൻ അതുകൊണ്ട് കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ തന്നെ കേട്ടോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാമേ. ടാറ്റാ ബൈ ബൈ, സീ യു.